മറ്റൊരു വാക്യങ്ങളില്ല സംഗീതം എന്നൊരു ചുമ കളിക്കാൻ വന്നത് ഇന്ത്യ എക്സിമിലിറ്ററിലാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഫ്രാങ്ക്ലിൻ ഇസ് എ ലോസ് ഏഞ്ചൽസിൽ പെട്ടതാണ്. ലോസ് ഏഞ്ചൽസിൽ ഇസ് എ ബിഗ്ഗസ്റ്റ് ക്രിമിനൽ. സോ പരോളിൽ ഇറങ്ങിയതാണ്. നന്നായിട്ട് ഒരു ചേഞ്ചിന് വേണ്ടി വൈസ് സിറ്റിയിൽ വന്ന് ഇപ്പോൾ വൈസ് സിറ്റിയിൽ സുഖമായിട്ട് ജീവിക്കാൻ ഒരു വൈസ്മാൻ്റെ ചിന്തയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ട കാറ്, ഇഷ്ടപ്പെട്ട വീട് എല്ലാം വൈസ് സിറ്റിയിലാണ് നേരത്തെ പണിയിച്ചു. ബിക്കോസ് ഈസ് എ ക്രിമിനൽ, ഈസ് എ ഡ്രഗ് മാഫിയ. സോ ദാറ്റ് ഇസ് വൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവനിക്കൊരു കാർ ഷോറൂം ഉണ്ട്, അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കണമായിരുന്നു. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. സോ ഗൈസ് നമ്മൾ ആരോ വിളിക്കുന്നുണ്ട്, അൺനോൺ നമ്പറാണ്. നമുക്കൊന്ന് കേട്ടോക്കാം. ഹലോ ഹലോ, ആരാണ്? ഹലോ ഇതന്നെ ലോസ് ഏഞ്ചൽ മൊത്തം പരിചിതതിന് വന്നിരിക്കുന്നു. വൈസ് സിറ്റി കൊണ്ട് പഠിക്കാൻ വേണ്ടി നിന്നെങ്കിൽ ഞാൻ തരൂര വൈസ് സിറ്റി അതെന്റെയാണ്. പക്ഷേ നിന്നെ കൊണ്ട് എനിക്കൊരു ഉപകാരം വേണം. ഏതുപകാരം നീ ചെയ്യോ? ഒരു ഉപകാരം ഞാൻ ചെയ്യൂല കേട്ടോ. നിർത്തട ഫോൺ വിളി. ഓ, അങ്ങനെ കാര്യങ്ങൾ. നിന്റെ കാർ, ഹൗസ് എല്ലാം ബോംബിട്ടിരിക്കുന്നതാണ്. Just one tap that is exploit. So എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ നശിപ്പിക്കും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കാർ ഷോറൂം, അത് ഇല്ലാണ്ടാക്കും. സോ ഞാൻ പറയുന്ന പോലെ കേൾക്കുക. ഇനി താനിക്ക് എന്നെ അറിയാൻ ആ കാർ ഷോറൂം ഓടിയെന്ന്? പോനെ, വൈസ് സിറ്റിയുടെ രാജാവ് അത് ഞാനാണ്. പക്ഷേ എനിക്ക് കുറെ ആൾക്കാർ വന്ന് എന്നെ ഭീഷണി ചെയ്യുന്നു. അതുകൊണ്ട് കുറച്ച് പൈസേന് കാര്യം വേണമായിരുന്നു. അതുകൊണ്ട് ഫ്രാങ്ക്ലിൻ, പണ്ടത്തെ ലോസ് ഏഞ്ചൽസ് എന്നതുപോലെ ഡ്രഗ് മാഫിയ ഇവിടെയും ആവേരിക്കണം. പിന്നെ വൈസ് സിറ്റിയിൽ ക്രിമിനൽ മുന്നാകണം. ഞാൻ പറയുന്ന ആൾക്കാരെ കൊന്നു കളയണം. കേട്ടോ ഫ്രാങ്ക്ലിൻ? ഞാൻ കൊള്ളൂല. ഞാനിപ്പോൾ പുതിയ മനുഷ്യനെ ഇട്ടും കൈസ് അവൻ വിളി നിർത്തി. അവൻ നമ്മളെ ഭീഷണി ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്തോന്ന് എനിക്കും പോലും മനസ്സിലായില്ല. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിൻ്റെ അടുത്ത് ചെയ്യാനുണ്ട്. നീ അത് ചെയ്തില്ലെങ്കിൽ നിൻ്റെ വീട്, കാറ്, ഷോറൂം എല്ലാം തകർക്കും. പക്ഷേ ഷോറൂം നമ്മൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആരോ ഒറ്റ കൊടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു വൈസ് സിറ്റിൻ്റെ രാജാവാണ്. ബട്ട് വൈസ് സിറ്റിയെ രാജാവുണ്ടെങ്കിൽ അത് നമുക്കറിയുന്നവർ തന്നെ ആയിരിക്കണ്ടേ? ആവണം. സോ ഗൈസ് നമ്മൾ ഇത് ഭീഷണിയായിട്ടാണ് അവൻ വന്നേക്കണത്. നമ്മൾ ചെയ്തില്ലെങ്കിൽ ചെയ്യാതിരിക്കണമെന്നാണ് എൻ്റെ ഒരിത്. ഞാൻ ചെയ്യണ്ട ഗൈസ്, എനിക്കൊന്നും അറിയാം. ഞാനിപ്പോൾ ഒരു വൈസ്മാനായിട്ടാണ് ജീവിക്കാണ്ടി നിൽക്കണേന്ന്. ഓക്കെ, സോ ഗൈസ് ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ടും വരാം. ഓക്കെ, ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ മാറാം. സോ ഗൈസ് നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് പോവാം. ഓക്കെ, സോ ഗൈസ് വണ്ടീൻ്റെ അടുത്ത് പോവാം. വണ്ടി എടാ ഇതെന്താടാ? വാട്ട് ഹാപ്പൻഡ്? ഇത് അവൻ ചെയ്തതായിരിക്കാം. അവനെ നമ്പറൊന്ന് വിളിച്ചു നോക്കട്ടെ. അയ്യോ എടാ, ഞാൻ ചെയ്യാന്ന് പറഞ്ഞല്ലോ, പിന്നെ നീ എന്തിനാണ് എൻ്റെ വണ്ടി നശിപ്പിച്ചത്? ചെയ്യൂലേ? പക്ഷേ നീ നേരത്തെ പറഞ്ഞ തുറക്കുന്നില്ലേ? നീ സ്റ്റെപ്പിലായപ്പോൾ പറഞ്ഞു ഞാൻ എന്നെ ചെയ്യൂല. ഐ ആം എ വൈസ് മാൻ. പാട്ട് ചെയ്യിപ്പിക്കും ഞാൻ ആരാണെന്ന് നീ വേലയോട് അറിയും. കേട്ടോ ഫ്രാങ്ക്ലിൻ? നിൻ്റെ പോലത്തെ ആൾ കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് നിൻ്റെയൊക്കെ വെറുതെ തുള്ളിക്കട്ട പോലെ കണ്ടിട്ടുള്ളൂ. എനിക്കറിയാമെങ്കിൽ നീ എൻ്റെ അറിയൂല. ഒരു വർഷത്തിൽ മേഘനെ പരോലിലായിരുന്നു. ആസ് എ ബിഗ്ഗസ്റ്റ് ഗ്യാങ്സ്റ്റർ ലോസ് ഏഞ്ചൽസ്. വൈസ് സിറ്റിയിൽ
മര്യാദക്ക് താമസിക്കാൻ വേണ്ടി വന്നത്. നിന്റെ പോലത്തെ കുറേ ചെന്നായികളൊന്നും എൻ്റെ അന്യനെ പറയും പേര് എന്തോ പണ്ടത്തെ ഗാങ്സ്റ്റർ എന്തോ വരെയാണ്. നീ പറഞ്ഞ പോലെ ചെയ്യാം, പക്ഷേ ഞാൻ നിന്നെ കൊല്ലും, ഊറ്റി കൊടുത്താണെങ്കിലും. കൊല്ലൂലേ? നീ കൊന്നു കാണിച്ചാട ഫ്രാങ്ക്ലിൻ. പക്ഷേ അതിന് മുമ്പ് എനിക്കൊരു കാര്യമുണ്ട്. നിന്റെ അശോറും ഞാനിപ്പോൾ ബോംബിട്ട് നശിപ്പിക്കണോ? അത് മാത്രമല്ല, ഈ വീട്, ഈ സ്വിമ്മിംഗ് പൂൾ, അതിന് മുമ്പ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. ഫസ്റ്റ് ഞാൻ പറയുന്ന 10 പേര് നീ കൊന്നു കളയണം. നിനക്ക് ഞാൻ കുറേ കണ്ടു തരാം. അതിനൊപ്പം ബോംബ്, പിന്നെ അതിനൊപ്പം മാത്രമല്ല ഒരു ബൈക്കും തരാം. ഗോസ്റ്റ് റൈഡറിന്റെ ബൈക്ക്. ഹലോ ഹലോ. സോ ഗൈസ്, അവൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അവൻ പറഞ്ഞത് ഞാൻ വണ്ടി നശിപ്പിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ് വണ്ടി നശിപ്പിച്ചിട്ട് ഞാനല്ല. സോ ഗൈസ്, അവൻ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവൻ പറയും ഞാൻ പറയാൻ ആൾക്കാർ കൊല്ലണമെന്നാണ്. എനിക്കറിയില്ല ഗൈസ് ഇതെന്താന്ന് നടക്കണേന്ന്. പക്ഷേ ലാസ്റ്റ് അവരെ കൊന്നു കളഞ്ഞാ പോളൂ. ജയിലിൽ രക്ഷപ്പെട്ടവനാണ്. വയസ്സിറ്റിന് പോലും മര്യാദക്ക് താമസിക്കാൻ പറ്റില്ല. ഗൈസ്, അവനെ എൻ്റെ പിന്നെ വിളിക്കണ്ടേ, ഞാൻ ഒന്ന് ഫോൺ എടുക്കട്ടെ. ഹലോ 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 ഹലോ, ഞാൻ പറയുന്ന സ്ഥലത്ത് നീ വരണം. എയർപോർട്ടിൽ വാ, ഞാൻ പറഞ്ഞുതരാം. എയർപോർട്ടിൽ എവിടെയാണ്? പിന്നെ ഇങ്ങോട്ടാക്കി ഒന്ന് പറഞ്ഞുതരാം ലൊക്കേഷൻ. അവന് പറഞ്ഞുതരാം ലൊക്കേഷൻ. ഇനി നമുക്ക് സമയമില്ല. നമുക്ക് ഇനി കാറില്ല, ബൈക്കില്ല, പിന്നെ അതിന് ഇന്നലെ പോവും. എന്നെ പോവും കൈസ്. ദേടൊരു ഡൂക്ക്. അവൻ പറഞ്ഞ ഗോസ്റ്റ് റൈഡറിന്റെ ബൈക്കല്ലേ പറഞ്ഞ്. എന്തൊക്കെയാട്ടോ കോപ്പ്. അവൻ പറഞ്ഞത് എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലായി. എയർപോർട്ടിലേക്കാണ് അവൻ പറഞ്ഞത്. ബട്ട് ലൊക്കേഷൻ എനിക്കറിയില്ല. ഇജെന്താ ദേ അതാണ് എയർപോർട്ട്. അത് എയർപോർട്ടാണ്. that are never on me. I got cats and they tellers on me. Ain't got no but I got gunners on me. And they can't face got 100 on me. Spend more than 100 on me. അപ്പോൾ നമുക്ക് ചോദിച്ചറിയാം. സോ ഗൈസ്, അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവൻ പറയുന്നത് ആദ്യം തന്നെ ചെയ്യേണ്ടത് നീ എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് നേരെ കൊണ്ട് ഞാൻ ഷോറൂമിൽ പോകും. ഓക്കെ, ഇങ്ങോട്ട് പോയിട്ട് ഒരു കാർ എന്തെങ്കിലും ഒരു ബൈക്ക് എന്തെങ്കിലും ആയിട്ട് ഒരുത്തനുണ്ടാവും. അവനെ വെടിവെച്ച് കൊല്ലാനാണ് പറയുന്നത്. ലൈക്ക് ഒരു ബ്ലൂ കളർ വണ്ടിയാണ്. ഓക്കെ, ബ്ലൂ കളർ വണ്ടിയാണ് ഞാൻ പറയണത്. ലംബോർഗിനിയാണ്. ഓക്കെ, നമ്മളവനെ തപ്പി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം സുഖൈസ് അവർ പറയണ അവൻ വണ്ടി മാറി മാറി കളിക്കുന്നുണ്ട്. റെഡ് കളർ വണ്ടി എന്നാണ് പറയണ. ഓക്കെ, അവൻ പറയണ ബ്ലൂ കളറും റെഡ് കളർ ഏതെങ്കിലും ഒരെണ്ണത്തിലാണെന്ന് പറയണ. റെഡ് കളർ എന്നാണ് അവൻ പറയണ. ദേടാ ഇവനല്ലേ. ഓക്കെ, 2 പേരുണ്ട്. അതിൽ റെഡ് കളർ ഒരുത്തര ആണെന്നാണ് പറയണത്. സോ ഇവനെ തീർക്കണം. ഇവനിക്ക് നമ്മളറിയില്ലല്ലോ ആരാന്ന്. പക്ഷെ ഇവനിക്ക് ബ്രോ ഇവ റെഡ് കളർ എന്നാണെന്ന് പറയണ. ഓക്കെ, അതുകൊണ്ട് നമുക്കൊരു ന്യൂക്ലിയർ ഇടാം. നമ്മളെ വണ്ടിയൊക്കെ പോകും, അതെനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളെ ഒരു ആ ചെകുത്താൻ്റെ പേരെന്തായിരുന്നു? ഒരു ബോസ് ഉണ്ട്, ഞാനാണ് ബോസ്. എല്ലാവരും
സോ ഗൈസ് അവൻ വിളിക്കണ്ട്, അവൻ വിളിക്കണ്ട എന്താന്ന് നോക്കട്ടെ. ഹലോ ഹലോ ഫ്രാങ്ക്ലിൻ, നീ ഒരാളെ കൊന്നു ചേർത്തു. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഗോസ്റ്റ് റൈഡർ ബൈക്ക് ദാറ്റ് ഈസ് ഓൾറെഡി ഇൻ ദ ബാക്ക് ഓഫ് യു. അത് മാത്രമല്ല, ഒരു വൈറ്റ് കാറിൽ ഒരാൾ പോകുന്നുണ്ട്. അതിനെ കൊന്നക്കളയണം. നിന്റെ വയസ്സിൽ തൊട്ടടുത്ത് തന്നെയാണ്, പക്ഷേ അവനെ കണ്ടുപിടിച്ച് കൊന്നടിയണം. ഈസ് ദ വൈറ്റ് കാർ ആൻഡ് ബൈക്കിൽ ഗോസ്റ്റ് റൈഡർ ബൈക്ക് ഉണ്ട്. പതുക്കെ കൊന്നാ മതി. അവൻ വീഡിയോ എടുത്തി. എനിക്കൊന്നും പറയാനില്ല. ഗോസ്റ്റ് റൈഡർ ബൈക്ക് എന്നൊക്കെ ഉണ്ട്. ഇതെല്ലാം അവൻ പറഞ്ഞ വെളുത്ത പറയില്ല. അത് വണ്ടി ഇല്ല എൻ്റെ കയ്യില്. Fuck off you. അവിടെ വണ്ടി കിട്ടണ. അവൻ പോയി. അവന്റെ പെട്ടെന്ന് പിടി. അതാ അവനെ പിടിച്ചെനിക്ക് കൊന്നാളെയാണ് ഗൈസ്. കൊന്നാളെ എനിക്ക് പറ്റുള്ളൂ. ഇതെന്താണ് ഇത്? ഏത് വണ്ടിയാണ്? ഓ മൈ ഗോഡ്, കോബ്രന്റെ ബൈക്ക്. അത് പെട്ടെന്നാണ്. അയാൾ എന്ത് പതിക്കാണ് ഡെലിവറി ചെയ്യണ. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ അവനെ തീർക്കണം, അടിയാക്കണം. അവൻ എന്തായാലും അവനെ വരുള്ളൂ. പെട്ടെന്ന് പോയി കൊന്നാളായിട്ടും വരാം. ഇതുമല്ല ഇവന് ഇവിടെ പോയി കിടക്കണ. ഞാൻ നേരത്തെ കണ്ടാണ്. അവനിക്ക് അറിയില്ലായിരുന്നു അവിടെ ഇവിടെ ഉണ്ടെന്ന്. അയാൾക്ക് വിസയിലിട്ട് അടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അവന് സ്പീഡുള്ള കാറാണ്. ഇതാണാ? അല്ല, ഒരു ഫോൺ കോൾ വരണ്ടേ, എന്നൊന്ന് കേട്ടോക്കട്ടെ. ഫോൺ കോൾ വരണ്ടേ, അത് അവൻ്റെ ആണ്. നിന്നെ വേഗം നമ്മളെ കൊലയാളി. അവൻ എപ്പോഴും വണ്ടി മാറ്റി കളിക്കുന്നതാണ്. സോ റൈറ്റ് നൗ, നീ നേരത്തെ പറഞ്ഞില്ലേ അവനല്ലാന്ന്. അവനാണ് പെട്ടെടുത്തിടത്തോളം പാടാ. അവനാണ് ഗൈസ്, അവനാണെന്നാണ് പറയണ. ഇന്ന് തീർത്തിട്ടും വരാം ഗൈസ്. ഇതൊരു വല്ലാത്ത അവൻ പോയി ഗൈസ്. അവൻ പോയി. എവിടെ പോയതപ്പോ അവന്? സോ ഗൈസ്, അവനെ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ഇക്കടെയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും വിളിക്കാം. അവൻ വണ്ടി ഒന്ന് മാറ്റാനുള്ള ഇപ്പത്തേക്ക്. അവന് മാറ്റാനുള്ളതാണ് അവന് ഇൻഫർമേഷൻ കേൾക്കുന്നത്. ബട്ട് എവിടെയെങ്കിലും നായ ഉണ്ടാവും. A few moments later. സോ ഗൈസ്, ഫ്രാങ്കിന്റെ തിരക്കിൽ അവൻ ചത്തുപോയി. പക്ഷെ അവൻ വണ്ടി മാറി എന്നാണ് പറഞ്ഞത്. അവൻ വണ്ടി മാറിയത് ഞാനാണ് നോക്കട്ടെ. ഇവൻ തന്നെയാണ് ഞാൻ നോക്കിയത്. ബോംബ് കിട്ടാ. ബോംബ്. എന്റെ ബൈക്ക് അവനിപ്പോഴും ചത്തട്ടില്ല. ഞങ്ങൾക്കിനി ബോംബിട്ട് സ്ലോ മോഷൻ നടക്കാം. സുഖേശ്വരനെ കൊന്നള്ളി. ബോസ് നമ്മൾ വിളിക്കുന്നുണ്ട് പിന്നെയും. എന്താന്ന് നോക്കട്ടെ. ഹലോ ഫ്രാങ്ക്ലിൻ, നീ ചെയ്തു തീർത്തു. അതിന് പകരമായി നിന്റെ വീട്ടിൽ
അവിടെ കുറേ ലക്ഷറീസ് കാർ ആൻഡ് നേരത്തെ ആ പൊട്ടിച്ചുള്ള കാറില്ലേ അതുമുണ്ട്. ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനിയും തുടർന്നും സെക്കൻഡ് പാർട്ട് ഓൺ ദ വേ. സോ ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ് കുറേ നേരം എടുത്ത് ബട്ട് ഇതിലെല്ലാം ഇത് കണ്ടന്റ് ആയതുകൊണ്ട് ഇത് മാത്രമാണ് ഞാൻ നേരം എടുത്തത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പാർട്ട് പ്ലോട്ട് ഞാൻ ഒരു ഓൺലൈൻ കഥ തന്നുതരാം. താങ്ക് യു വാച്ചിങ് ഗൈസ്. ഈ വീഡിയോ കണ്ടവർക്ക്. സോ ഗൈസ് സെക്കൻഡ് പാർട്ട് ഈസ് ഓൺ ദ വേ. അതുമാത്രമല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് നമ്മൾ സ്ക്രിപ്റ്റിങ്ങിലാണ് ഇപ്പോൾ സെക്കൻഡ് പാർട്ടിന് വേണ്ടി. സോ ഗൈസ് എനിക്ക് കുറച്ചും കൂടെ എഡിറ്റിംഗ് ബെറ്റർ ആക്കണം. ഈ വീഡിയോ അത്ര കൊള്ളൂല. സോ ഗൈസ് ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ് ഈ യൂട്യൂബ് എണ്ണം പറയണതാണ് ഇവിടെയുള്ള 2 വീഡിയോ കാണാൻ. സോ ഗൈസ് യൂട്യൂബ് എണ്ണാണ് പറയണത്, ഞാനല്ല ഗൈസ്.